അസ്സലാമലൈക്കും. നമ്മ എപ്പോഴും സൺക്രീം പറയുന്ന കേട്ടിട്ട് എല്ലാരും ഉപയോഗിക്കുന്നത് കുറെ ആൾക്കറിയും കുറെ ആൾക്കറിയില്ല. ഈ സൺക്രീം ഉപയോഗിച്ചാലുള്ള ഗുണം എന്തെന്ന് നിനക്ക് മനസ്സിലായോ? എപ്പോഴും വാങ്ങുമ്പോൾ 30+, 50+, അതാണ് വാങ്ങണ്ടത്. 90+ന്റെ ഒന്നും ആവശ്യമില്ല ആർക്കും. 90+ എല്ലാം ഉപയോഗിക്കുമ്പോൾ അതിനൊരു ഉപയോഗിക്കാൻ ഇത്ര ക്വാണ്ടിറ്റി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു കണക്കെല്ലാം അറിയണം. അപ്പൊ 50+ ആകുമ്പോൾ ആർക്കും വേണം ഉപയോഗിക്കാൻ, നോർമലൈസ് ആണ്. ഓക്കെ. പിന്നെ എന്തിനു ഉപയോഗിക്കണം, ഉപയോഗിച്ചാലുള്ള ഗുണം എന്ത് ഞാൻ പറഞ്ഞുതരാം. ഇത് ഉപയോഗിച്ചാലില്ലേ നമ്മുടെ മുഖത്ത് ഇപ്പൊ കൂടുതലും വെയിലത്ത് പണിയെടുക്കുന്ന ഒരാൾക്ക് സൂര്യരശ്മി അടിക്കുമ്പോൾ ഉണ്ടാകുന്ന കരിവാളിപ്പ്, പിന്നെ ന്റെ യു വി രശ്മികൾ അടിക്കുന്ന പ്രോബ്ലംസ്, ഇതെല്ലാം തടി. ഇതൊരു കോട്ടിങ് പോലെ ഇങ്ങനെ നമുക്ക് ഒരു കവറിങ് ആയിട്ട്. അതേപോലെ ഇത് ഉപയോഗിച്ചാൽ ചുളിവുകൾ ഉണ്ടാവുന്നത് കുറയും. കറക്റ്റ് ഉപയോഗിക്കുന്നവർക്ക് ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന എപ്പോഴും നല്ലത്. തണുപ്പിനായാലും ചൂട്ടിനായാലും മെയിൻ വെയില് ഇട്ട് പണിയെടുക്കുന്ന എല്ലാവരും സൺക്രീം നിർബന്ധമായിട്ട് ഉപയോഗിച്ചു. അത് എപ്പോഴും നല്ലത് തന്നെ. നമ്മളെ മുഖത്ത് ഒരിക്കലും ഇവിടെ കലയോ അത് ഇതൊന്നും വരില്ല. പിന്നെ എപ്പോഴും വാങ്ങുമ്പോ 50+, SPF 50+, 30+. ആകുമ്പോൾ വലിയ പവർ ഉണ്ടായില്ലെങ്കിൽ ഒരു വക ഓക്കെ. 50+ ആകുമ്പോൾ എല്ലാത്തിനും ഒരു നോർമലായിട്ട്, അതായത് നല്ല പവറുള്ള വെയിലിനും നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചിട്ട് പുറത്തു പോകാൻ പറ്റും. പിന്നെ ഇതിൽ 2 തരം വരുന്നു. ഒന്ന് വൈറ്റ് കാസ്റ്റ് ഉള്ളതും ഒന്ന് വൈറ്റ് കാസ്റ്റ് ഇല്ലാത്തതും. വൈറ്റ് കാസ്റ്റ് മീൻസ് നമുക്ക് വെളുത്തിട്ട് കാണും. ഇപ്പൊ സൺക്രീം ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം വെളുത്തിട്ട് കാണുന്നതിനെയാണ് വൈറ്റ് കാസ്റ്റ് ഉള്ളത് അറിയും. പിന്നെ ജെൽ ടൈപ്പ്. ഇപ്പൊ ഇത് കോസ്റെക്സിന്റെ ഇതെല്ലാം എങ്ങനെ അറിയോ? ഈ കോസ്റെക്സിന്റെ അലുവേറാവും ഹൈലറോണിക് ആസിഡും ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ്നെസ്, ജെൽ ടൈപ്പ് തന്നെ. അതേപോലെ ഹൈലറോണിക് ഉണ്ടായതുകൊണ്ട് മുഖക്കുരു വരുന്നതെല്ലാം നല്ല ഓണം തടയാനുള്ള ചാൻസ് ഇതിലുണ്ട്. ഓക്കെ. ഇത് പിന്നെ ഓരോന്നും ഞാൻ പറഞ്ഞു തരണമെന്നില്ല. ഇത് യൂസറിന്റെ സൺക്രീം ഓയിൽ കൺട്രോൾ ആയിട്ടുള്ളത്. ഓക്കെ. ഇതും 50+, ഇത് ജെൽ ടൈപ്പ്. ഇത് കോസ്റെക്സിന്റെ 50+, SPF, ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഹൈലറോണിക് ആസിഡ് എന്തെന്ന് നിങ്ങൾക്ക് ഞാൻ വയ്യ പറഞ്ഞുതരാം അടുത്ത വീഡിയോ. ഇത് ഒരു കൊറിയൻ ബ്രാൻഡ്, ലാബ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ സൂപ്പർ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഒരു സൺക്രീമാണ്. മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള, അതായത് ഡ്രൈ ഉണ്ടായില്ല. മുഖം എപ്പോഴും ഒരു മറ്റേ ഒരു ഹൈഡ്രേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇത് ബ്യൂട്ടി ഓഫ് ജോൺസന്റെ ഒരു സൺക്രീം. ഇതെല്ലാം മെയ്ഡ് ഇൻ കൊറിയന്റെ പ്രൊഡക്റ്റ്. പിന്നെ ഇത് മെയ്ഡ് ഇൻ കൊറിയന്റെ തന്നെ ബ്യൂട്ടി ഓഫ് ജോൺസന്റെ ഓയിൽ സ്കിന്നിനുള്ള. ഇതിന്റെ ഡ്രൈ സ്കിന്നിനുള്ളതും ഉണ്ട്. ഇത്